ഈ ഒരു ടാസ്കില് ആരെന്ത് ഫൗള് കാണിച്ചാലും അത് പറയാൻ ബിഗ് ബോസ് ഏർപ്പാടാക്കിയിരിക്കുന്നത് നമ്മുടെ രതീഷിനെയാണ്. അപ്പൊ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് അതിഥിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലൂ ടീം ആയിട്ടുള്ള നെസ്റ്റ്, ഗബ്രി, സിജോ, അപ്സര, അർജുൻ എന്നിവരുടെ ടീം അവരുടെ റൂം മൊത്തത്തിൽ ലോക്ക് ആക്കിയിരിക്കുകയാണ്. സെൻസർ വെച്ചുള്ള ലോക്ക് പരിപാടികളൊന്നും അല്ല, പെട്ടികൾ അട്ടിയടുക്കി ഇട്ടിരിക്കുകയാണ് റൂമിന്റെ ഡോറിന് മുമ്പിൽ. ഡോറ് തുറക്കാൻ പറ്റാത്ത പരുവത്തിലാക്കിയിരിക്കുകയാണ്. അപ്പൊ രതീഷ് പറയുന്നത് ഇത് ഫൗളാണ്, ഇങ്ങനെയൊക്കെ ഫൗള് കാണിച്ചാൽ കളി നടക്കത്തില്ല, മുന്നോട്ട് പോവില്ല, നിങ്ങളുടെ റൂമിന്റെ ഗ്ലാസ് ഡോർ പൊട്ടും, എനിക്ക് ഫേവറിസം ഇല്ല എന്നൊക്കെ പറയുന്നു രതീഷ്. ഗബ്രിയും അർജുനും സിജോയൊക്കെ രതീഷിനെ എതിർത്ത് പെട്ടികൾ ഇപ്പോഴും അതേ പരുവത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് ഇവരത് മാറ്റിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബസർ അടിക്കാതിരിക്കുന്നത് വരെ ഇത് ഓക്കെയാണ്. പക്ഷെ ബസർ അടിച്ച് കഴിഞ്ഞിട്ടും ഇതേപടി തുടർന്ന് പോയാൽ ഫൗളാണെന്ന് തന്നെ ഞാൻ പറയും. വേറെല്ലാവർക്കും റൂമിലോട്ടുള്ള എൻട്രി ബ്ലോക്ക് ചെയ്ത് കളിക്കുന്നത് ഇൻകോമ്പിറ്റൻസ് തന്നെയാണ്. മത്സരവീര്യം കുറവുള്ള പേടിച്ചതോട് പരിപാടിയാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ബസർ അടിച്ചതിന് ശേഷം ഇവരിത് മാറ്റി ആ ഒരു ഡമ്മിയായിട്ട് കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ഞാൻ ഓർത്തത്. ഇല്ലെങ്കിൽ രതീഷിന്റെ ഒരു താണ്ഡവം കാണാമായിരുന്നു ലൈവിനകത്ത്. എന്തായാലും ബിഗ് ബോസ് തന്നെ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ ഒരു അതിബുദ്ധി അവസാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. റൂമുകളും വാഷ്റൂമും ഒന്നും ടാസ്കിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അനൗൺസ് ചെയ്തു. അതുപോലെ പ്രോപ്പർട്ടി ഡാമേജ് വരുത്താതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.